നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിക്കും. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി. ഇന്ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി രാവിലെ 11 മണിക്ക് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാകും ജില്ലയിലെത്തുക. ശബരിമല ഇടത്താവളം, പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം, കത്തോലിക്ക കോളേജ് ഗ്രൗണ്ട് എന്നീ 3 ലാൻഡിംഗ് പോയിന്റുകളിൽ ഒരിടത്ത് ലാൻഡിംഗ് പോയിന്റ് ഉണ്ടാവുമെന്ന് അധികൃതർ ആലോചിക്കുന്നു. ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തലേ ദിവസം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ പകൽ സമയത്ത് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആഭ്യന്തര മന്ത്രാലയവും പോലീസ് സേനയും സംയുക്തമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, കേരള ഇൻചാർജ് പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VA സൂരജ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തെ സ്വീകരിക്കും. NDAയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളായ V. മുരളീധരൻ, അനിൽ K. ആന്റണി, ശോഭാ സുരേന്ദ്രൻ, ബൈജു കലാശാല, പത്മജ വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും.